ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ ഒളിമ്പിക്സ് പരിശീലനം എന്നുള്ള ഈ ഒരു പാഠഭാഗമാണ് കേട്ടോ. ഒരു കഥയാണ്. കഥയും അതിലെ ചോദ്യോത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാട്ടും പാടി ചുവടും വെച്ച് വീട് ചിരിച്ചൊരു നിൽപ്പുണ്ട്. വീടിന്റെ പാട്ടും ചുവടും ചിരിയും തെളിഞ്ഞു കാണാം ഈ കഥയിൽ. നോക്കൂ, ആ വരികളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പാട്ടുപാടി ചുവട് വെച്ച് വീട് ചിരിച്ചു നിൽക്കുന്നുണ്ട് എന്നല്ലേ. അതായത് സന്തോഷകരമായ വീട്, ഒരു സന്തോഷം നിറഞ്ഞ വീട് അല്ലേ. ഈ കഥയിൽ നമുക്ക് എന്താണ് സന്തോഷം എന്ന് കാണാം. രാവിലത്തെ തിരക്കുകൾ കഴിഞ്ഞ് അമ്മമ്മയും ദിയയും മാത്രമാവുന്ന സമയം അവളുടെ എല്ലാ കാര്യത്തിനും കൂട്ടിനായി അമ്മമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. ചിത്രം വരയ്ക്കാനും ചോറും കറിയും വെച്ച് കളിക്കാനുമെല്ലാം. അമ്മമ്മയ്ക്കാണെങ്കിൽ ഒരാളും ശല്യപ്പെടുത്താനില്ലാതെ കുറച്ചു നേരമെങ്കിലും ടി വിയിൽ ഒളിമ്പിക്സ് ഇനങ്ങൾ കാണണമെന്ന കലശലായ മോഹവും. ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളായിരുന്നു അത്. ഒരുവിധം കൂടെ ഇരുന്ന് കാണാൻ അവളെയും പ്രേരിപ്പിച്ചു. അങ്ങനെ 2 ദിവസം രാവിലെ അമ്മമ്മയും കുട്ടിയും ഒരുമിച്ചിരുന്ന് മത്സരങ്ങൾ കണ്ടു. 3ാം ദിവസം മുതൽ അമ്മമ്മ തിരക്കിലാണെങ്കിലും ദിയമോൾ വന്ന് വിളിക്കാൻ തുടങ്ങി. അമ്മമ്മയെ വേഗം വരൂ, നമുക്ക് ഒളിമ്പിക്സ് കാണാനുണ്ടെന്ന് മറന്നോ? ഓടുന്ന ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ നമ്മളെ കാത്തു നിൽക്കണുണ്ടാവും. ഓടാതെ കാത്തു നിൽക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഓർത്ത് മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് വേഗം തന്നെ അമ്മമ്മ വന്നു. ഓട്ടവും ചാട്ടവും ഏറും നീന്തലും ജിംനാസ്റ്റിക്സുമെല്ലാം അവരങ്ങനെ ഒരുമിച്ച് വീർപ്പടക്കി കണ്ടു. വൈകുന്നേരം പതിവ് പോലെ ഒരുമിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ ഒരു പ്രഖ്യാപനം നടത്തി. അമ്മമ്മേ, ദിയക്കുട്ടി ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോവുകയാണ്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് അവൾ പറയുന്നത്. കുറച്ചുകൂടി വലുതാവണം അതിൽ മത്സരിക്കണമെങ്കിൽ. പിന്നെ നല്ല പ്രാക്ടീസും വേണം. വെറുതെ ഓടിപ്പോയിട്ട് അങ്ങോട്ട് മത്സരിക്കാനൊന്നും നമുക്ക് പറ്റുന്നില്ല. അമ്മമ്മ കാര്യം പറഞ്ഞു. ഓ, അതിനെന്താ, ദിയക്കുട്ടി വേം വലുതാവുന്നുണ്ടല്ലോ. വലുതായിട്ട് മതി ഒളിമ്പിക്സ് പോണത്. എന്നാലും എന്നും പ്രാക്ടീസ് ചെയ്യണ്ടേ? വേണല്ലോ. അമ്മമ്മ ഉത്സാഹം കൂട്ടി. എന്നാ ഇന്നു മുതൽക്ക് നമ്മൾ പ്രാക്ടീസ് തുടങ്ങാൻ പോവാണ്. നമ്മളോ? ദിയക്കുട്ടി ചെയ്താ പോരെ? പറ്റില്ല. അമ്മമ്മയും ദിയക്കുട്ടിയും കൂടിയാ മത്സരിക്കാൻ പോണത്. അമ്മമ്മ മടിച്ചിയാവാണ്ട് എന്നും എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നോളൂ കേട്ടോ. സമ്മതിക്കാതെ തരമില്ലല്ലോ. അങ്ങനെ വൈകുന്നേരങ്ങളിൽ അമ്മമ്മയും കുട്ടിയും കൂടി ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അമ്മമ്മേ, നമുക്ക് ഓട്ട മത്സരത്തിനും ഉണ്ട എറിയുന്നതിനും ചേരണം. ദിയ ഐറ്റങ്ങൾ തീരുമാനിച്ചു. ഉണ്ട എറിയുന്നതാണ് ഷോട്ട് പുട്ട്. ഒരു പുതിയ പേര് അവൾ മനസ്സിലാക്കിക്കോട്ടെ. ഷോട്ട് പുട്ട്. ദിയ അത് പലതരത്തിലും പല ശബ്ദത്തിലും ആവർത്തിച്ച് പറഞ്ഞ് കുടുകുടെ ചിരിക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട് പറയാൻ. നീണ്ട മുറ്റത്ത് ഒരറ്റത്ത് നിന്ന് ഗേറ്റ് വരെയും അവിടുന്ന് തിരിച്ചും ഓടണം. അതാണ് വ്യവസ്ഥ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ദിയ റെഡിയായി നിന്നു. അമ്മമ്മേ, എന്റെ കൂടെ ഓടാൻ വരൂ. നമ്മൾ ഒരുമിച്ച് ഓടാൻ പറ്റില്ല. ഞാൻ സീനിയർ ഗ്രൂപ്പിലാ, ദിയക്കുട്ടി ജൂനിയർ ഗ്രൂപ്പിലും. അവളുടെ കൂടെ ഓടാതിരിക്കാൻ അമ്മമ്മ ഒരു കാരണം കണ്ടെത്തി. ഒരു നിമിഷം പുരികം ചുളിച്ച് അവൾ ആലോചനയിലാണ്ടു. എന്നാ ശരി, ഞങ്ങൾ ആദ്യം ഓടാം. ദിയ റെഡിയായി. ഞങ്ങളോ? അമ്മമ്മ നെറ്റി ചുളിച്ചു. അമ്മമ്മേ, എന്റെ ചങ്ങായിമാരൊക്കെ ഓടുന്നുണ്ട്, കണ്ടില്ലേ? എല്ലാവരും ഈ ലൈനിൽ റെഡിയായി നിൽക്കുന്നത്. അവൾ തന്റെ ഇരുഭാഗത്തേക്കും ചൂണ്ടി. അത് ശരി. അവളുടെ ഭാവനയിലുള്ള ചങ്ങാതിമാർ. എല്ലാവരും ലൈനിൽ നിന്നില്ലേ? ശരി, റെഡി 1 2 3, അമ്മമ്മ ഉറക്കെ പറഞ്ഞു. അയ്യയ്യേ, അങ്ങനല്ല അമ്മമ്മേ. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഗോ. അങ്ങനെയാണെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. അജ്ഞയായ അമ്മമ്മയെ അക്ഷമയോടെ ദിയ തിരുത്തി. അമ്മമ്മ അത്ഭുതപ്പെട്ടു. എന്റെ കുട്ടിക്കാലമല്ല ഇത്. ശരി, എന്നാ അങ്ങനെ പറയാം. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഗോ. സ്റ്റാർട്ടിംഗ് ലൈനിൽ ഒരു മുട്ടുമടക്കി ഇരുന്നിരുന്ന ദിയ ഓരോ വാക്കിനും കൈകുത്തി കുനിഞ്ഞു നിൽക്കുകയും പിന്നെ നിവരുകയും ഓടുകയും ചെയ്തത് കണ്ടപ്പോഴും അമ്മമ്മയ്ക്ക് അത്ഭുതമായി. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? അമ്മമ്മേ, ഞങ്ങൾ ഓടുമ്പോ അപ്പ് 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 എന്ന് പറയണം കേട്ടോ. ഓട്ടമത്സരം തുടങ്ങുന്നതിന് മുൻപ് ദിയ ആവശ്യപ്പെട്ടു. ഓടി തിരിച്ചെത്തിയ ദിയയെ ഫസ്റ്റായി പ്രഖ്യാപിച്ചതിനു ശേഷം അമ്മമ്മ ചോദിച്ചു. ദിയക്കുട്ടി, ഓടുന്നതിന് മുന്നേ ഇങ്ങനെയാ നിൽക്കേണ്ടതെന്ന് ആരാ പറഞ്ഞു തന്നത്? അതും അമ്മയാ? അല്ല അമ്മമ്മേ, നമ്മൾ ടി വിയിൽ കണ്ടില്ലേ, ഓടിയ ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അങ്ങനെയല്ലേ നിന്നിരുന്നത്. അമ്മമ്മയ്ക്ക് നാണക്കേട് തോന്നി. അവൾ ടി വിയിലെ മത്സരങ്ങൾ കണ്ടത് എത്രമാത്രം ശ്രദ്ധിച്ചാണെന്ന് അപ്പോൾ മനസ്സിലായി. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ വെടിപൊട്ടിക്കാൻ ഒരു തോക്കും കൂടി വേണ്ടിയിരുന്നു അല്ലേ അമ്മമ്മേ? ഓ, അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു, ഒരു തോക്കിന്റെ. അമ്മമ്മ ഓർത്തു. ഇനി വലിയവരുടെ ഓട്ട, അമ്മമ്മയുടെ ഗ്രൂപ്പിന്റെ. ദിയ ഓർമ്മപ്പെടുത്തി. കുഴപ്പമായല്ലോ. സീനിയർ ഗ്രൂപ്പിന്റെ കാര്യം അമ്മമ്മ വളരെ സൗകര്യപൂർവ്വം മറന്നിരുന്നു. അമ്മമ്മ ഓടണോ? ദിയക്കുട്ടി ഓടിയത് പോരെ?
അമ്മമ്മ കെഞ്ചി നോക്കി. പറ്റില്ല, ഈ അമ്മമ്മയ്ക്ക് എന്തൊരു മടിയാ. ഇങ്ങനെ ആയാല് ദിയക്കുട്ടി മാത്രമേ ഒളിമ്പിക്സിന് പോകുന്നുണ്ടാവുള്ളൂ. പ്രാക്ടീസ് ചെയ്യാനാ അമ്മമ്മയെ കൊണ്ടുപോവില്ല. ദിയ വളരെ കണിശമായി പറഞ്ഞു. അങ്ങനെ അതിനൊരു തീരുമാനമായി. ഒളിമ്പിക്സിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നന്നായി. വൈകുന്നേരത്തെ സ്ഥിരം നടത്തം ഓടിത്തീരട്ടെ. അമ്മമ്മേ, നമുക്ക് നീന്തൽ പ്രാക്ടീസ് ചെയ്യാൻ ഒരു കുളം വേണ്ടിയിരുന്നു. അതിനിപ്പോ കുറെ കാലം തന്നെ വേണ്ടിവരും എൻ്റെ മോളെ. നീന്തൽ നമുക്ക് പിന്നത്തെ ഒളിമ്പിക്സിനാക്കാം. എന്നാ അതങ്ങനെ ആവട്ടെ. അവൾ സമ്മതം മൂളി. പക്ഷെ എന്തായാലും നീണ്ട 2 വടിയും ഓട്ടമത്സരം തുടങ്ങുമ്പോൾ വെടിപൊട്ടിക്കാൻ തോക്കും വേണമെന്ന് അമ്മച്ചനോട് പറയണം. അതിൽ കുറഞ്ഞ പ്രശ്നമേ ഇല്ല എന്ന മട്ടിൽ അവൾ നിന്നു. നീണ്ട വടി എന്തിനാ? ഓ എൻ്റെ അമ്മമ്മേ, ഓടി വന്ന് നീണ്ടൊരു വടിയും കുത്തിച്ചാടുന്ന മത്സരം നമ്മൾ കണ്ടില്ലേ? അതിന് നീണ്ട വടി വേണ്ടേ? 2 എന്തിനാ? ഒരു വടി കുത്തിയല്ലേ അവര് ചാടണത്. ഒന്നെനിക്കും ഒന്നമ്മമ്മയ്ക്കും. ദിയയ്ക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. അമ്മമ്മ ശരിക്കും ഞെട്ടിപ്പോയി. രണ്ടാടും കൂടി പോൾവാട്ട് പരിശീലിക്കുന്നത് മനസ്സിൽ കണ്ട് അമ്മമ്മ അങ്ങനെ തരിച്ചു നിന്നു. ഇത് എം ഗീതാഞ്ജലി എഴുതിയതാണ്. ദിയമോളും അമ്മമ്മയും എന്നാണ് കേട്ടോ പുസ്തകത്തിന്റെ പേര്. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1, കഥയിലെ അമ്മമ്മയെ നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്തുകൊണ്ട്? ഇഷ്ടമായി. കാരണം അമ്മമ്മ കുട്ടിയുടെ ഭാവനയെ പ്രോത്സാഹിപ്പിക്കുകയും അവളുടെ ആശയങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുകയും സ്നേഹത്തോടെയും തമാശയോടെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അവളുടെ ഓരോ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കാനും അമ്മമ്മ മറക്കുന്നില്ല. ചോദ്യം 2, സ്നേഹം ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ്. പാഠപുസ്തകത്തിന്റെ അവസാന പേജിൽ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങൾ ശ്രദ്ധയോടെ വായിക്കൂ. ഈ കഥയിലെ വീട്ടിൽ കുട്ടിയുടെ എന്തെല്ലാം അവകാശങ്ങളാണ് അംഗീകരിക്കപ്പെടുന്നത്? ആദ്യം നമുക്ക് പുസ്തകത്തിന്റെ അവസാന പേജിൽ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങൾ വായിച്ചു നോക്കാം. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്കുള്ള അവകാശങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയേണ്ടതില്ലേ? അവകാശങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ പങ്കാളിത്തം, സംരക്ഷണം, സാമൂഹിക നീതി എന്നിവ ഉറപ്പാക്കാൻ പ്രേരണയും പ്രചോദനവും നൽകും. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോൾ ഒരു കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്നാണ് അതിന്റെ പേര്. എന്തെല്ലാമാണ് നിങ്ങൾക്കുള്ള അവകാശങ്ങളെന്ന് നോക്കാം. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, അതിജീവനത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം, ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായി ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമുള്ള അവകാശം, മാനസികവും ശാരീരികവും ലൈംഗികവുമായ പീഡനങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം, പങ്കാളിത്തത്തിനുള്ള അവകാശം, ബാലവേലയിൽ നിന്നും ആപൽക്കരമായ ജോലികളിൽ നിന്നുള്ള മോചനം, ശൈശവവിവാഹത്തിൽ നിന്നുള്ള സംരക്ഷണം, സ്വന്തം സംസ്കാരം അറിയുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, അവഗണനകളിൽ നിന്നുള്ള സംരക്ഷണം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശം, കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം, സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭ്യമാകാനുള്ള അവകാശം. ഇനി നമുക്ക് പാഠത്തിന്റെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഈ പാഠഭാഗത്ത് എന്തൊക്കെ അവകാശങ്ങളാണ് കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, പങ്കാളിത്തത്തിനുള്ള അവകാശം, അവഗണനകളിൽ നിന്നുള്ള സംരക്ഷണം, കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം, സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭ്യമാകാനുള്ള അവകാശം. ചോദ്യം 3, മുതിർന്നവർ കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്? മുതിർന്നവർ കുട്ടികളോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറണം. കുട്ടികളുടെ ഭാവനകളെയും ആശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. അവരുടെ ചോദ്യങ്ങൾക്ക് ക്ഷമയോടെ മറുപടി നൽകണം. തുറന്നു സംസാരിക്കാനും അഭിപ്രായങ്ങൾ പറയാനുമുള്ള അവസരം അവർക്ക് നൽകണം. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒളിമ്പിക്സ് പരിശീലനം എന്നുള്ള ഈ പാഠഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ 5ാമത്തെ യൂണിറ്റ് ആണ് നോക്കാനായിട്ടുള്ളത്. ഇന്ന് ചെയ്ത പ്രവർത്തനങ്ങളും അതുപോലെ പാഠഭാഗമൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്